ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗാർഡനിൽ മനോഹരമായി പൂക്കൾ വിരിഞ്ഞു നിന്ന പെട്രിയ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ. കണ്ടോ, ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ, നല്ല മനോഹരമായിട്ട് ലാവണ്ടർ കളറിൽ പൂക്കൾ വിരിഞ്ഞു നിന്ന ഒരു ചെടിയായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ്. അപ്പോൾ ഇതിൻ്റെ 2-3 സ്റ്റേജ് ഞാൻ നിങ്ങളെ കാണിക്കാം. അതോടൊപ്പം ഈ ചെടിയെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ, ചെറിയൊരു വീഡിയോ ആയിരിക്കും, നിങ്ങളിത് ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ചെടിയുടെ പൂക്കളുടെ ആദ്യത്തെ ആ ഒരു കളറേ. എന്ത് ഭംഗിയായിട്ടുള്ള കളറാന്ന് നോക്കി, ലാവണ്ടർ കളറായിരുന്നു, നിറച്ച് പൂക്കളും ഉണ്ടായിരുന്നു. ഓക്കെ, എന്ത് മനോഹരമായിരിക്കുന്നു. ഈ പൂക്കളുടെ രണ്ടാമത്തെ ഒരു കളറാണ്, ഒരു ഗ്രീനും വൈറ്റും കൂടെ ചേർന്നൊരു കളറേ. ചെറിയൊരു ഗ്രീൻ കളർന്ന വൈറ്റ് കളറ്, ആ ഒരു കളറിലോട്ട് ഇത് മാറും. ആദ്യം ലാവണ്ടർ കളറ്, അതിനുശേഷം ഈ ഒരു കളറേ. മൂന്നാമതൊരു കളറിലോട്ട് വരുമേ, അത് ഞാൻ കാണിക്കാം. മൂന്നാമത്തെ ഒരു കളറുണ്ട്, ഗോൾഡൻ കളറാണേ. ഈ ഒരു കളറിലോട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ, ഈ ഒരു ഗ്രീനിൽ നിന്ന്, ഗ്രീനും വൈറ്റും കൂടെ ചേർന്നൊരു കളറിൽ നിന്ന് ഈ ഗോൾഡനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇത്. കണ്ടോ, കാണാമല്ലോ. അപ്പം അങ്ങനെ ഒരു 3 സ്റ്റേജിലാണ് ഈ പൂക്കൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുറേ ദിവസം നിൽക്കും. ചിലതൊക്കെ കുറച്ചൊക്കെ കാറ്റൊക്കെ അടിക്കുമ്പോൾ നിലത്തൊക്കെ വീഴും, എന്നാലും ഇത് കുറച്ച് ദിവസം നിൽക്കും. അപ്പോൾ കണ്ടോ, ഇതിനകത്ത് സീഡുണ്ട്. അപ്പോൾ ആ സീഡുണ്ടല്ലോ, നമുക്ക് ഇതിനകത്തെ എല്ലാ സീഡും നമുക്ക് മുളയ്ക്കുന്നതല്ലേ. ഇതിൻ്റെ ചുവട് നല്ല രീതിയിൽ വീർത്തിരിക്കുന്ന ചില സീഡുകളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു സീഡ് കണ്ടോ, ഇതിൻ്റെ ചുവട് കണ്ടോ, ഭയങ്കര കട്ടിക്കല്ലിരിക്കുന്നു, ബോൾ പോലെ. അപ്പോൾ ആ ഒരു സീഡ് മുളയ്ക്കുന്നതാണേ. എല്ലാ സീഡുകളൊന്നും മുളയ്ക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് ചുരുക്കമേ ഉള്ളൂ മുളയ്ക്കുന്ന സീഡുകൾ. മറ്റേ ഇത് കണ്ടോ, ഞാൻ കാണിക്കാമേ. മറ്റേതിൻ്റെയൊക്കെ ഈ ബാക്ക് വശം കണ്ടോ, വളരെ ചെറുതായിട്ടാണ് ഇരിക്കുന്നത്, കണ്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു സീഡുണ്ട്, പക്ഷേ ആ സീഡൊന്നും മുളയ്ക്കുന്നതല്ല. ഇത് കണ്ടോ, ഇതെല്ലാം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ചെറിയതാണ്. പക്ഷേ ചിലതിൻ്റെ കണ്ടോ, ചില വിത്തുകൾ കണ്ടോ, നല്ല കട്ടിക്കുള്ള വിത്തുകളുണ്ട്, അത് നമുക്ക് മുളച്ച് കിട്ടും. എന്തായാലും ഈ ചെടിയുടെ കാഴ്ച എന്ന് പറഞ്ഞ ഒരു അത്ഭുത കാഴ്ചയാണ്. ഈ ഒരു 3 സ്റ്റേജിലെ 3 കളറിൽ ഈ പൂക്കൾ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭംഗിയാണ്. പിന്നെ നമുക്ക് ഈ ചെടിയുടെ പൂവിനെ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. കണ്ടോ, ഈ വിത്തുകൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊന്നും മുളയ്ക്കുന്ന വിത്തുകളല്ല. ഈ ഒരു ഫ്ലവറിനെ നമുക്ക് ഡ്രൈ ഫ്ലവറായിട്ട് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റും, ഫ്ലവർ വൈസിൽ വെക്കാൻ പറ്റുമേ. അതാണ് ഈ പൂക്കളുടെ ഒരു പ്രത്യേകത. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇതിനകത്താണ് സീഡുള്ളത്. കണ്ടോ, സീഡാണ് ഇത്. ഈ സീഡ് മുളയ്ക്കുന്ന സീഡാണ്. ഇതാണ് അതിൻ്റെ സീഡ്. ഇത് നല്ല ബ്ലാക്ക് കളറാവുമേ. നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം, ഇതുപോലെ ഉണങ്ങിയതിന് ശേഷം അതിനകത്തുനിന്ന് വിത്ത് എടുക്കുക. അപ്പോൾ ഈ ബ്ലാക്ക് കളറാവുമേ. ഇത് ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ടായിരുന്നേ. ഈ വിത്ത് പാകി നമുക്ക് മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി, കിളിച്ചു വരും. അത് പെതുക്കെ കിളിക്കുള്ളൂ, പെട്ടെന്നൊരു 4 ദിവസം കൊണ്ടൊന്നും മുളച്ച് കിട്ടത്തില്ല. ഇതൊരു 1.5 ആഴ്ച, ഒരു 10 ദിവസം പിടിക്കും ഇത് മുളച്ച് കിട്ടണല്ലേ. പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് ആണെങ്കിലും വളരെ സ്ലോ ആയിട്ടാണ് ഈ ചെടി വളർന്നു വരത്തുള്ളൂ. പക്ഷേ സീഡ് പാകി മുളച്ച് വരുന്ന തൈകളുണ്ടല്ലോ, നല്ല തൈകളായിരിക്കും. അതിൽ നിറയെ പൂക്കളുണ്ടാകുന്നതായിരിക്കും, വർഷങ്ങൾ നിൽക്കുന്ന ചെടിയായിരിക്കും. ഈ ഒരു ഗോൾഡൻ കളറിലായ ഫ്ലവറിനെ നമുക്ക് കട്ട് ചെയ്ത് ഇൻഡോറായിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം, നാളുകളിരിക്കുന്നതാണേ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാമേ. നമ്മൾ ഈ ഫ്ലവറ് കട്ട് ചെയ്തെടുത്തിരിക്കുവാണേ. കണ്ടോ, ഇത്രയും ഫ്ലവർ നമ്മൾ ഇനിയും അതിൽ നിൽപ്പുണ്ട്. ഇത്രയും ഫ്ലവർ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഡ്രൈ ഫ്ലവറായിട്ട് നമുക്ക് സൂക്ഷിക്കാം. പിന്നെ ഇതുപോലെ ബൗളിൽ നമുക്ക് സ്റ്റിക്കിൽ ഇങ്ങനെ കമ്പ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വുഡിലുണ്ടല്ലോ, സ്ട്രോങ് ആയിട്ടുള്ള വുഡ് വല്ലതും വെച്ചിട്ട് അതിൽ നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാമേ. കണ്ടോ, ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഓരോ കമ്പിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കിതിൽ സ്പ്രേ പെയിൻറ്റ് വേണേൽ കൊടുക്കാം. അപ്പം നമ്മളിത് പശ വെച്ചിങ്ങനെ ഒട്ടിച്ചൊക്കെ വെക്കാം നമുക്ക്, ഇതുപോലെ വെച്ചിരിക്കും. അപ്പം പിന്നെ സ്പ്രേ പെയിൻറ്റ് നമുക്ക് ലാവണ്ടർ കളർ തന്നെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നല്ല അതുപോലെ തന്നെ സെയിം ഫ്ലവറാണെന്ന് തോന്നും. അപ്പോൾ അത് നാളുകൾ ഇങ്ങനെ ഇരുന്നോളുമേ. കണ്ടോ, ഇതുപോലെ നമുക്ക്
വയ്ക്കാം. നമുക്ക് ചെറിയൊരു ബൗള് പോലെ എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി സിമെൻറ്റോ എന്തെങ്കിലും ഇട്ട് പിന്നെ ഉറപ്പിച്ചിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് ഉറപ്പിച്ചിട്ട് നമുക്ക് അതിലിങ്ങനെ വയ്ക്കാം. ഏതും നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വേണേലും നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. ഇതൊരു ഹാങ് ചെയ്യുന്ന ഒരു ബാസ്ക്കറ്റാണ്. ഇതിൽ നമുക്ക് ഇതുപോലെ വെച്ച് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. നമുക്ക് ഈ ഓരോ ഫ്ലവറും എടുത്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് നമുക്ക് പിടിപ്പിച്ച് വെക്കാൻ പറ്റുമേ. കണ്ടോ, ഇതുപോലെ ഒരു ബെഞ്ചായിട്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയിലിരിക്കുക. കണ്ടോ, ഇതുപോലെ വെക്കാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഏത് കളർ, ഗോൾഡൻ കളർ വേണമെങ്കിൽ അത്, ലാവൻഡർ കളർ തന്നെ വേണമെങ്കിൽ അത്, അപ്പം ആ ഒറിജിനൽ കളറ്, ഒറിജിനൽ ലുക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, താങ്ക് യു.